തൃശൂർ സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ധാർ മരുഭൂമിയിൽ കരസേനയുടെ അഭ്യാസ പ്രകടനം. തൃശൂരിന്റെ ഭാഗമായി മാരുജ്വാല എന്ന പേരിലാണ് സദേൺ കമാൻഡിലെ സുദർശൻ ചക്ര കോപ്സ് പ്രകടനം നടത്തിയത്. വരും ദിവസങ്ങളിൽ നാവിക വ്യോമസേനകളുടെ പ്രകടനങ്ങളും നടക്കും. വിവരങ്ങൾ എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകും. നന്ദനി, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതം വിവിധ ഭാഗങ്ങളിലായി, പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ശത്രുരാഷ്ട്രത്തിന് കൃത്യമായ മുന്നറിയിപ്പും താക്കീതും നൽകുകയാണല്ലോ ഇതിലൂടെ. ഗൗതം, പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് താർ മരുഭൂമിയിലാണ് ഇത്തരത്തിൽ തൃശൂൽ എന്ന് പേരിട്ടുകൊണ്ടുള്ള ഒരു സൈനിക അഭ്യാസ പ്രകടനം നടക്കുന്നത്. ഭാരതത്തിൻ്റെ കര, നാവിക, വ്യോമസേന ഇതിൽ പങ്കാളികളാകുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ അത് കരസേനയുടെ ഭാഗമായി നടത്തിയ, അല്ലെങ്കിൽ കരസേന നടത്തിയ ഈ ഒരു അഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സദേൺ കമാൻഡിൻ്റെ സുദർശന കോർപ്സ് നടത്തിയിരിക്കുന്ന അഭ്യാസങ്ങളാണ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലേസർ ഗണ്ണുകൾ, അതേപോലെ തന്നെ യന്ത്രത്തോക്കുകൾ, ഒപ്പം തന്നെ ടാങ്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസ പ്രകടനമാണ് നടത്തിയത്. രാവും പകലും ഈ ഒരു അഭ്യാസം തുടർന്നു എന്നുള്ളതാണ്. ഈ താർ മരുഭൂമി മുതൽ ഗുജറാത്തിൻ്റെ സർക്രീക് മേഖല വരെയുള്ള പ്രദേശത്താണ് ഈ ഒരു അഭ്യാസ പ്രകടനം കരസേന നടത്തിയത്. 13-ാം തീയതി വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ തൃശൂൽ എന്ന പേരിൽ നടക്കുന്ന അഭ്യാസ പ്രകടനം നടക്കുക. കരസേനയുടെ കഴിഞ്ഞാൽ പിന്നീട് നാവികസേനയുടെയും വ്യോമസേനയുടെയും അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാകും. സമാനമായ രീതിയിൽ തന്നെ നാവികസേന കടലിൽ, അറബിക്കടലിൽ നങ്കൂരമിട്ട പടക്കപ്പലുകളിൽ നിന്ന് സമാനമായ രീതിയിൽ പലതരത്തിലുള്ള ആയുധ പരീക്ഷണങ്ങളും നടത്തും. ഒപ്പം തന്നെ നാവികസേനയ്ക്കപ്പുറത്തേക്ക് വ്യോമസേന ഇതിനോടകം തന്നെ ATCക്കും അതേപോലെ തന്നെ വിമാന കമ്പനികൾക്കും പൈലറ്റുമാർക്കും നിർദ്ദേശം നൽകി ഈ മേഖലയിലൂടെ നോ ഫ്ലൈയിങ് സോൺ, അതായത് അതിലൂടെ പറക്കരുത്, കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ ഫ്ലൈ ചെയ്യിക്കരുത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് വ്യോമസേനയുടെയും അഭ്യാസ പ്രകടനങ്ങൾ ഇനി ഈ മേഖലയിൽ നടക്കാനിരിക്കുന്നു. ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ശത്രുരാജ്യത്തിന് കൃത്യമായ സന്ദേശം നൽകുക എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും ഭാരതം നടത്തുന്ന താർ മരുഭൂമിയിൽ നടത്തുന്ന ഈ സൈനിക അഭ്യാസം അത് കൃത്യമായി തന്നെ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിന്റെ സൈനിക ശേഷി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭാരതത്തിന്റെ സൈനിക അഭ്യാസ പ്രകടനം പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കരസേനയും പിന്നീട് വ്യോമ നാവിക സേനകളും ഈ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകുമെന്നാണ് എസ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്യുന്നത്.